എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു വ്യത്യസ്തമായ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് കേട്ടോ വന്നിട്ടുള്ളത്. എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോഴത്തെ ചെറുപ്പക്കാരായ ആൺകുട്ടികൾ കാണേണ്ട ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കേരളത്തിൽ എനിക്ക് തോന്നുന്നു, ഞാൻ ആ ചാനലിൽ കയറി ചെക്ക് ചെയ്തു. അപ്പോൾ കേരളത്തിൽ ആകെപ്പാടെ ഇതിനെക്കുറിച്ച് പറഞ്ഞു തരുന്ന ഈ ഒരു ചാനലേ ഉള്ളെന്നാണ് എനിക്ക് തോന്നുന്നത്. ഡ്രീം ടു സ്വിം എന്ന് പറഞ്ഞിട്ടാണ് ചാനലിൻ്റെ പേര്. അപ്പം അതിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ കണ്ട, എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നിയ ഒരു വീഡിയോയാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കുന്നത്. ദയവായിട്ട് ഈ വീഡിയോ നിങ്ങൾ മാക്സിമം എല്ലാവരിലേക്കും, ഒന്നുകിൽ എൻ്റെ ചാനലിൽ ഈ വീഡിയോ ഷെയർ ചെയ്യുക, ഇല്ലെങ്കിൽ ഡ്രീം ടു സ്വിം എന്ന് പറയുന്ന ആ ചാനലിൽ കയറിയിട്ട് ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. ഇത് നമ്മുടെ എല്ലാ കുട്ടികൾക്കും പ്രയോജനപ്പെടുന്നൊരു വീഡിയോയാണ്. അപ്പോൾ എന്തായാലും ഞാൻ എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നിയ ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കൂടി പറയാം കേട്ടോ. ആദ്യം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു. ഓക്കെ, ഇതൊന്ന് വായിച്ചു നോക്ക്. 23 പേരാണ് മരണപ്പെട്ടിരിക്കുന്നത് ഈ വെള്ളത്തിലിട്ടോ. അപ്പൊ ചെക്കന്മാർ ചാലഞ്ച് അതുകൂടെ കാണുന്നത് 23 ഈ കാണുന്ന ഇതിനകത്ത് വീണ് ചത്തിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ ഇരിക്കുന്ന ആര് ചാവുമെന്ന് പറഞ്ഞിട്ട് ചോദിച്ചോട്ടാണ്. ഇവിടം തൊട്ട് ആ അപ്പുറത്ത് അതിനകത്ത് പോയി തൊട്ടിട്ട് ഇങ്ങ് വരുന്നത് ആരാണ് നോക്ക്. ഇവിടെ ആരെങ്കിലും പറ്റുമോ? എന്നാ പോയിട്ട് വന്നാ മന്തിയാണ്. പറ പറ്റുമോ? ഇങ്ങനെ ചാലഞ്ച് കിട്ടുമ്പോഴൊക്കെ ഒരുപാട് പേര് ഒരുപാട് വർഷത്തിന് നീന്തുവരായിരിക്കും. അവരെന്ത് ചെയ്യുക, ജസ്റ്റ് വെള്ളത്തേക്ക് ചാടുമ്പോൾ ഫസ്റ്റ് സ്പ്രിന്റ് അടിക്കും. ശരിയല്ലേ? സ്ലോ ആയിട്ട് പോയില്ല. ഫസ്റ്റ് തന്നെ എങ്ങനെയെങ്കിലും അവിടെ അത്ര വേണ്ടി ഫുള്ള് സ്പ്രിന്റ് അടിയായിരിക്കും. പോകുമ്പോൾ ബോഡി ഹീറ്റ് എല്ലാം മസിൽ പിടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവർ ചാലഞ്ച് ചെയ്താൽ അവിടെ തൊട്ടിട്ട് ഇങ്ങോട്ട് വരാനോ പറയുന്നത് കേട്ടോ. പിന്നെ അവിടെ തൊട്ട് മേലെ തന്നെ കയറി നിൽക്കും, തിരിച്ചു വരാൻ പറ്റില്ല. അഥവാ ചിലവരെന്തുണ്ട്, മന്തിയല്ലേ കിട്ടല്, ഫ്രീ ആയിട്ട് കിട്ടണതല്ലേ, അവിടെ തൊട്ടിട്ട് തിരിച്ചു വരണ നേരത്ത് പട്ടിയായിട്ട് വരിക. പിന്നെ നീന്താനും പറ്റില്ല. വല്ല പ്രശ്നമായി കഴിഞ്ഞാൽ കൂട്ടുകാരിലെ ഏതെങ്കിലും ഒരുത്തൻ കൂട്ടുകാരനെല്ലാം മുങ്ങിന് പോയിട്ട് പിടിക്കാൻ വേണ്ടി പോകുമ്പോൾ അവൻ ഓൾറെഡി ടയർഡായിട്ട് അവിടെ നിൽക്കുന്നത് വെള്ളത്തിൽ. ഇവൻ ചാടി രക്ഷിക്കുമ്പോൾ ഇവന് പോകും, ഇങ്ങനെ പോകും. അവന് 23 25 കേട്ടോ. അപ്പൊ ഇങ്ങനെ ചാലഞ്ച് ഏറ്റെടുക്കേണ്ട ആശാനെ ലൈഫ് വന്നുള്ളൂ. ഇങ്ങനത്തെ വീഡിയോ ഒക്കെയാണ് നമ്മൾ കൂടുതലും ഷെയർ ചെയ്യേണ്ടത്. നമ്മൾ വെറുതെ ആവശ്യമില്ലാത്ത വീഡിയോകളൊക്കെ ഷെയർ ചെയ്ത് വൈറലാക്കുന്ന എൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലുള്ള എല്ലാ സുഹൃത്തുക്കളോടും കൂടിയാണ് ഞാൻ ഈ പറയുന്നത്. കാരണം 23 പേര് മരണപ്പെട്ട ഒരു സ്ഥലത്ത് അവിടെ ബോർഡ് തന്നെ വെച്ചിട്ടുണ്ട്, അപകട സാധ്യത മേഖലയാണ് ഇതെന്ന്. കാരണം ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കണം, ഒരു 15 വയസ്സ് മുതൽ അങ്ങോട്ടുള്ള കുട്ടികളൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ പോയി അറിയാത്ത സ്ഥലത്ത് ചാടുകയും അപകടത്തിൽ പെടുകയും മരണപ്പെടുകയും ഒക്കെ ചെയ്യുന്നു. അപ്പോൾ എങ്ങനെ വെള്ളത്തിൽ പോയാൽ ഒരാൾ, അല്ലെങ്കിൽ വെള്ളത്തിൽ എങ്ങനെ കിടക്കണമെന്നും വെള്ളത്തിൽ ഒരാൾ പോയാൽ നമ്മൾ എന്താണ് പുറത്തുനിന്ന് കാണുന്നവർ ചെയ്യേണ്ടതെന്നൊക്കെയുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഈ ചാനലിലൂടെ എനിക്ക് കാണാൻ പറ്റിയിട്ടുള്ളത്. അത് വളരെ പ്രയോജനകരമായ ഒരു വീഡിയോ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ വെറുതെ ഇരുന്ന് കുറേ കാര്യങ്ങൾ ചുമ്മാ കണ്ടന്റ് ഉണ്ടാക്കി ഷെയർ ചെയ്യുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ നമ്മൾ 10 പേരിലേക്ക് എത്തിക്കുക, അറിവിനായിട്ട്. ഇതിൽ തന്നെ ആ സുഹൃത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം കേട്ടോ, ഇങ്ങനെയുള്ളവരെ നമുക്ക് സുഹൃത്തെന്ന് പോലും പറയാൻ പറ്റില്ല. കാരണം അത് സുഹൃത്തുക്കൾക്ക് കൂടി അപമാനമാണ്. 23 പേര് ചത്ത സ്ഥലമാണ്. ഇനി ആ ഇരിക്കുന്നതിൽ ആരാണ് ചാവുന്നതെന്ന് നോക്കാന്ന് പറഞ്ഞിട്ടാണ് ആ കൂട്ടുകാരെ മുന്നിലേക്ക് പോകുന്നത്. ഇങ്ങനെയുള്ള വെല്ലുവിളികളൊക്കെ ഏറ്റെടുക്കുമ്പോൾ നിങ്ങൾ ദയവായിട്ടൊന്ന് പിറകിലേക്ക്, നമ്മുടെ വീട്ടിലുള്ള അച്ഛനെയും അമ്മയെയും മാത്രം പറ്റി ചിന്തിക്കുക. കാരണം ആ ഒരു സമയത്തേക്ക് നിങ്ങൾക്കൊരു വാശിയായിരിക്കാം, അല്ലെങ്കിൽ അതിനോടുള്ളൊരു ഇത് എനിക്കത് ചെയ്തേ പറ്റുള്ളൂ എന്നൊരു ത്വരയായിരിക്കാം, മന്തി ആയിരിക്കാം, ഇല്ലെങ്കിൽ ഒരു ട്രിപ്പ് ഫ്രീ ആയിരിക്കാം. അങ്ങനെ പല കാര്യങ്ങളും ഫ്രീ ആയിരിക്കും. പക്ഷേ ഈ ഫ്രീ ആയിട്ട് കിട്ടുന്ന കാര്യങ്ങളൊക്കെ അനുഭവിക്കാൻ നമ്മൾ ജീവനോടെ ഉണ്ടാവണം എന്നതൊരു വസ്തുതയായി നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഡ്രീം ടു ദ സ്വിം എന്ന് പറയുന്ന ചാനലിൽ കുറേ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ വെള്ളത്തിൽ കുറേയൊക്കെ ഞാൻ കയറി സെർച്ച് ചെയ്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത്രയും പറയുന്നത്. വളരെ പ്രയോജനകരമായ ഒരു വീഡിയോ ആണ്. നമ്മൾ ഈ എടുത്തു ചാടുന്ന എൻ്റെ ടീനേജ് പ്രായത്തിലുള്ള ആൺകുട്ടികളോട് പറയുകയാണ്, നിങ്ങൾക്ക് ഒരിക്കലും അറിവില്ലാത്ത ഒരു സ്ഥലത്ത് ചെന്ന് ഒരു വെള്ളത്തിലേക്ക് നിങ്ങൾ എടുത്ത് ചാടരുത്. അതുപോലെ തന്നെ ഇതുപോലത്തുള്ള ചലഞ്ചുകൾ നിങ്ങൾ അരമണിക്കൂറിനുള്ളിൽ അവിടെ പോയി തിരിച്ചു വന്ന് തൊടുക എന്നുള്ള ചലഞ്ചുകളൊന്നും നിങ്ങൾ ഏറ്റെടുക്കൽ. അറിവില്ലാത്ത സ്ഥലത്ത് ഇപ്പം നമ്മൾ പെട്ടെന്ന് മുകളിൽ നിന്ന് നോക്കുമ്പോൾ തോന്നും വലിയ ആഴമൊന്നും കാണത്തില്ല, ഒന്ന് ചാടി നോക്കാന്ന്. ചിലപ്പോൾ ചാടി താഴാൻ പോകുമ്പോഴായിരിക്കും മേളിൽ ഇരിക്കുന്ന ഒരാളും കൂടെ കയറി പിടിക്കാൻ വരും. ചിലപ്പോൾ 2 പേര് പിടിക്കാൻ വരുന്നവർ മുഴുവൻ മുങ്ങിപ്പോകും. ചിലപ്പോൾ മണ്ണെടുത്ത് ചുഴിയോ ഒക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ ആയിരിക്കും. അതുകൊണ്ട് കാരണം നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ ഇപ്പോൾ ഒരുപാട് കാണുന്നൊരു പ്രവണതയാണ് ഈ കടലിലും വെള്ളത്തിലും അറിയാത്ത സ്ഥലങ്ങളിലൊക്കെ ട്രിപ്പ് പോകുന്നതാണ്. ഈ ട്രിപ്പ് പോകുന്ന സ്ഥലത്തും ഒക്കെ പരീക്ഷ കഴിഞ്ഞിട്ട് 9ാം ക്ലാസ്സിലെ 2 വിദ്യാർത്ഥികൾ ഒരു പാലത്തിന്റെ മുകളിൽ നിന്നിങ്ങനെ സൊറ പറഞ്ഞിട്ട് ആ വെള്ളത്തിലേക്കൊന്ന് ചാടി അപ്പോഴേ മരിച്ചു. ഈ വീട്ടുകാർക്കാണ് ഈ നഷ്ടമെല്ലാം വരുന്നത്. അപ്പം പ്രയോജനകരമായ വീഡിയോസ് നമ്മൾ ഷെയർ ചെയ്യുക. ഈ ഡ്രീം ടു സ്വിം എന്ന് പറയുന്ന ചാനലിൽ കയറിയിട്ട് അവിടെ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് പെട്ടെന്ന് ആ വീഡിയോ കണ്ടപ്പോഴത്തേനും അത് നിങ്ങളിലേക്കൂടെ ഒരു കണ്ടന്റ് ആയിട്ടല്ല, ഒരു ഇൻഫർമേഷൻ ആയിട്ട്, അതായത് വാല്യൂഡ് ഇൻഫർമേഷൻസ് ആണ്. നമ്മളെപ്പോഴും ഓരോ വീഡിയോസ് കാണുമ്പോൾ, പബ്ലിക്കലി വീഡിയോ കാണുമ്പോൾ അതാണ് നമ്മൾ റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം എൻ്റെ ചാനലിൽ അല്ലെങ്കിൽ പോലും ഈ ഡ്രീം ടു സ്വിം എന്ന് പറയുന്ന ചാനലിൽ കയറിയിട്ടാണെങ്കിലും നിങ്ങൾ ആ വീഡിയോസ് എടുത്തിട്ട് മാക്സിമം പലരിലേക്കും ഷെയർ ചെയ്യണം. ഒരു
വെള്ളത്തിൽ പോയാൽ എങ്ങനെയാണ് പൊങ്ങി വരുന്നതെന്നും മാക്സിമം നമുക്ക് ഉയർന്നു കിടക്കാൻ പറ്റുന്നത് എങ്ങനെയാണെന്നും നമ്മൾ ബ്രീത്തിങ് എടുക്കേണ്ടത് എങ്ങനെയാണെന്നും നമ്മൾ അവിടെ പോയി തിരിച്ചു നമ്മുടെ ബോഡി ഹീറ്റ് ആവും, അപ്പോൾ എത്ര നേരം അങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്നൊക്കെയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഈ പുള്ളി പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പുള്ളി എവിടെയോ നല്ല ഇതിനൊക്കെ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എന്നെക്കാളും, ഞാനിപ്പോൾ ഈ വീഡിയോ കണ്ട ഒരു ഇൻഫർമേഷൻ മാത്രമാണ് നിങ്ങളിലേക്ക് പാസ് ചെയ്ത് തരുന്നത്. ആ വീഡിയോ കണ്ട കുറേ കാര്യങ്ങൾ കൂടി ആ പുള്ളിക്ക് നിങ്ങളിലേക്ക് പറഞ്ഞു തരാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ദയവായിട്ട് ഇതൊരു വാല്യൂഡ് ഇൻഫർമേഷൻ തന്നെയാണ്. നിങ്ങൾ മാക്സിമം ഈ വീഡിയോ അല്ലെങ്കിൽ ഡ്രീം ടു സ്വിം എന്ന് പറയുന്ന ചാനലിൽ ആ കയറിയിട്ട് ആ വീഡിയോസ് എല്ലാം കാണുക. അതിനകത്ത് ആവശ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യുകയും ചെയ്യുക. താങ്ക് യു. അപ്പോൾ ഇതുപോലത്തുള്ള വെല്ലുവിളികളൊന്നും ഏറ്റെടുക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ പിന്നിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണം. വീട്ടിൽ അച്ഛനും അമ്മയും കാത്തിരിപ്പുണ്ട്. അപ്പം മന്തിയല്ല വലുത്, അവരാണെന്ന് കൂടി നമ്മളൊന്ന് ഓർത്തേക്കണം കേട്ടോ. അതുപോലെ തന്നെ ഇനി ചാവാൻ പോകുന്നവരെ അതിനകത്തോട്ട് തള്ളി വിടാതിരിക്കാൻ നല്ല കൂട്ടുകാരികൾ, നല്ല സുഹൃത്തുക്കൾ എപ്പോഴും അത് ശ്രദ്ധിക്കുകയും വേണം. താങ്ക് യു.